വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോകളുടെ തുടർച്ചയായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ജീവൻ അക്ഷയ് എന്നുള്ളൊരു പ്ലാനിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ജീവൻ അക്ഷയ് എന്നുള്ളത് ഒരു ഇമ്മീഡിയറ്റ് ആനുവിറ്റി പ്ലാനാണ്. അപ്പോൾ പെൻഷന് വേണ്ടിയിട്ട് നമുക്കൊരു കാത്തിരിപ്പിൻ്റെ ആവശ്യകതയില്ല. നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ അടുത്ത മാസം മുതൽ നമുക്ക് ഇതിന്റെ പെൻഷൻ വാങ്ങി തുടങ്ങാനായിട്ട് സാധിക്കും. അത് ജീവിതകാലം മുഴുവൻ നമുക്ക് സെയിം പെൻഷൻ മുടങ്ങാതെ നമുക്ക് കിട്ടാനായിട്ടുള്ള അവസരമാണ് ജീവൻ അക്ഷയ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരുക്കുന്നത്. സിംഗിൾ പ്രീമിയം പോളിസിയാണ് ഇത്. നമുക്ക് റെഗുലർ ആയിട്ട് പ്രീമിയം അടച്ചു പോകേണ്ട രീതിയിലുള്ള ഒരു പോളിസി അല്ല. ഒറ്റ തവണയായിട്ട് നമുക്ക് നിക്ഷേപം നടത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ ഇതിന്റെ പെൻഷൻ കിട്ടാൻ പാകത്തിനാണ് ഈ ഒരു പോളിസി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പെൻഷൻ ഇമ്മീഡിയറ്റ് ആയതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അതിന്റെ മോഡ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. മാസത്തിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാം, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി, ഏത് മോഡിൽ വേണമെങ്കിലും നമുക്ക് പെൻഷൻ വാങ്ങാനായിട്ടുള്ള അവസരമുണ്ട്. ഈ 4 മോഡുകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെൻഷൻ കിട്ടുന്നത് ഇയർലി മോഡിലാണ്. മന്ത്ലി ആകുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവ് വരും. അപ്പൊ ഏറ്റവും കൂടുതൽ പെൻഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇയർലി സെലക്ട് ചെയ്യാം. അല്ല നമുക്ക് മാസത്തിൽ എല്ലാ മാസത്തിലും ഒരു സ്പെസിഫിക് എമൗണ്ട് ആണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ മന്ത്ലി ആയിട്ടുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഇനി ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ നമുക്ക് ക്വാർട്ടർലി, ഹാഫ് ഇയർലി ആണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. നമ്മുടെ ഈ എടുത്തിരിക്കുന്ന വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ സെയിം പെൻഷൻ അതായത് നമുക്ക് ബാങ്കുകളിൽ ഇൻട്രസ്റ്റ് കൂടുകയോ കുറയുകയോ ചെയ്താലും നമ്മുടെ പെൻഷൻ ഗ്യാരണ്ടീഡ് ആയിരിക്കും. മരിക്കുന്നവരെ നമുക്ക് പെൻഷൻ കിട്ടും. നമ്മുടെ കാലശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ എമൗണ്ട് നോമിനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു പെൻഷൻ പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പെൻഷൻ റേറ്റ്സ് നമുക്ക് ഏജിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഏജ് കുറഞ്ഞ ആളുകൾക്ക് പെൻഷൻ റേറ്റ്സ് കുറവായിരിക്കും. ഏജ് കൂടി വരുന്തോറും നമ്മുടെ പെൻഷൻ റേറ്റ് കൂടിയിട്ടാണ് വരിക. അപ്പൊ അത് ഏജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ പെൻഷൻ റേറ്റ്സ് ഫിക്സ് ആവുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് 25 വയസ്സ് മുതൽ ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീവൻ അക്ഷയിലെ ABCD തുടങ്ങി J വരെയുള്ള ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെ പല ഓപ്ഷൻസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഈ ഓപ്ഷൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പോയിട്ട് അത് കാണാവുന്നതാണ്. എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നും ഓരോ ഓപ്ഷൻസിന്റെയും പ്രത്യേകത എന്താണെന്നുള്ളതും ആ വീഡിയോയിനകത്ത് വിവരിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ F-ലാണെങ്കിലാണ് നമുക്ക് 25 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം. അപ്പൊ ഏത് ഏജ് ഗ്രൂപ്പിനും ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. കുട്ടികൾ ഒഴിച്ച് ബാക്കി ആളുകൾ, യൂത്ത് തുടങ്ങിയിട്ട് മുതിർന്ന ആളുകൾക്കൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം. ഓപ്ഷൻ F ഒഴിച്ച് മറ്റു ഓപ്ഷൻസിനകത്ത് നമുക്ക് 85 വയസ്സ് വരെയാണ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് എന്നുള്ളത് 10 ലാക്ക് ആണ്. അതായത് 25 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള വ്യക്തികൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ വൺ ടൈം ആയിട്ട് അടയ്ക്കേണ്ട മിനിമം എമൗണ്ട് 10 ലാക്ക് ആണ്. അതുപോലെ തന്നെ 30 വയസ്സിന് മുകളിലേക്ക് ആവുമ്പോൾ നമുക്ക് 1.5 ലാക്ക് വരെ വരുന്നുണ്ട്. ഇപ്പൊ മാസത്തില് 1000 രൂപയെങ്കിലും പെൻഷൻ കിട്ടിയിരിക്കണം. അതാണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ. അത് വെച്ചുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ഓപ്ഷനായിട്ടും ജോയിന്റ് ഓപ്ഷനായിട്ടും നമുക്ക് ഇത് എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. സിംഗിൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ പെൻഷൻ വാങ്ങിയിട്ട് മരിക്കുന്നവരെ പെൻഷൻ വാങ്ങാൻ, കാലശേഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നോമിനിക്ക് തിരിച്ചു കിട്ടും. ജോയിന്റ് ഓപ്ഷൻ ആവുമ്പോൾ എടുത്തിരിക്കുന്ന വ്യക്തിക്കും ജോയിന്റ് ആയിട്ട് ആരെയാണോ നമ്മൾ ചേർത്തിരിക്കുന്നത്, വൈഫ് ആണെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ മറ്റ് ഫാമിലി റിലേറ്റീവ്സ് ആണെങ്കിൽ അവർക്ക്, അതായത് സെക്കൻഡ് ജനറേഷൻ വരെ, 2 ജനറേഷൻ താഴേക്കും 2 ജനറേഷൻ മുകളിലേക്ക് നമുക്ക് ഇതിനകത്ത് ജോയിന്റ് സെക്കൻഡ് ജോയിനിനെ നമുക്ക് ചേർക്കാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ അവർക്കും, അപ്പൊ ഇത് ആദ്യത്തെ വ്യക്തിയുടെ കാലശേഷം രണ്ടാമത്തെ വ്യക്തിക്കും സെയിം പെൻഷൻ കിട്ടും. ആ രണ്ടാമത്തെ വ്യക്തിയുടെ കാലശേഷം നോമിനി ആരാണ് വെച്ചിരിക്കുന്നത് അവർക്ക് ഈ ഒരു എമൗണ്ട് കൈമാറുന്നതാണ്. അപ്പൊ ആ രീതിയിലാണ് അത് പോകണം. അപ്പൊ ജോയിന്റ് ഓപ്ഷനും ഉണ്ട്, സിംഗിൾ ഓപ്ഷനും ഉണ്ട് ഇതിനകത്ത്. ഇനി ഇതുള്ളത് NPS എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു നാഷണൽ പെൻഷൻ സ്കീം നമുക്കറിയാം. അപ്പൊ അതിനകത്താണെങ്കിലും പെൻഷൻ കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് LICയുടെ ജീവൻ അക്ഷയ് എന്നുള്ളൊരു പ്ലാൻ തന്നെയാണ്. അപ്പൊ ഏറ്റവും നല്ലൊരു പ്ലാൻ ആയതുകൊണ്ടാണ് അവർ പോലും, NPSകാർ പോലും പെൻഷന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത് LICയുടെ ജീവൻ അക്ഷയ് എന്നുള്ളൊരു പ്ലാനിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ ഫിസിക്കലി പ്രശ്നമുള്ളവരുണ്ടാവാം, മെന്റലി പ്രശ്നമുള്ള ആളുകൾ ഉണ്ടാവാം. ഡിപ്പെൻഡന്റ് ആയിട്ട് ചില ഫാമിലീസിൽ അങ്ങനത്തെ ആളുകൾ ഉണ്ടാവാം. ഇപ്പൊ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവാം.
അതുപോലെ തന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പോൾ അവരെ നമുക്ക് അവർക്ക് ബെനിഫിറ്റ് വരുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ടുള്ള അവസരം ഈ ഒരു പ്ലാനിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്ന് ലോൺ എടുക്കാനോ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാനായിട്ടുള്ള അവസരം ഇതിനകത്തുണ്ട്. സറണ്ടർ സത്യത്തിൽ ഇതിന് ആവശ്യം വരില്ല, കാരണം സ്ഥിരമായിട്ട് വരുമാനം ആവശ്യമുള്ളവരായിരിക്കും ഈ ഒരു പെൻഷൻ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു സറണ്ടറിന്റെ ആവശ്യം വരില്ല സാധാരണഗതിയിൽ. ഇനിയിപ്പോൾ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ ഈ പ്ലാനിനകത്ത് നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാനായിട്ടുള്ള അവസരമുണ്ട്. അത് ചില കണ്ടീഷൻസിന് വിധേയമായിക്കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം കിട്ടുള്ളൂ. അപ്പൊ അത് അങ്ങനെ ഒരു അവസരം ഇതിനകത്തുണ്ട്. ഇപ്പോൾ കിട്ടുന്ന നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് 6.43% മുതൽ 8.09 വരെയാണ് നമുക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ്. അത് ഓപ്ഷൻ എഫിലാണ് കേട്ടോ. ഇമ്മീഡിയറ്റ് ആനുവിറ്റി ഓപ്ഷൻ ആയിട്ടുള്ള ഓപ്ഷൻ എഫിലാണ് നമുക്ക് ഈ ഒരു റേറ്റ് ഇവിടെ കാണിച്ചിരിക്കുക. അപ്പൊ പലരും ഇങ്ങനെ റേറ്റ് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് ബാങ്കിൽ ഇട്ടാൽ നമുക്ക് കിട്ടില്ല എന്ന് ചോദിക്കാറുണ്ട്. ബാങ്കിലിട്ടാൽ കിട്ടും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ബാങ്കുകൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എത്ര നാളത്തേക്ക് നിങ്ങൾക്ക് തരും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് ചോദിച്ചിട്ടുള്ളൂ. കാരണം ബാങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കറണ്ട് റേറ്റ്സ് കിട്ടാം. ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഇട്ടാലും മിക്കവാറും അവരുടെ പ്ലാനുകളുടെ അകത്ത് നമുക്ക് 3 മാസം കൂടുമ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ റേറ്റ് നമുക്ക് ലൈഫ് ടൈം ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും LICയുടെ ജീവൻ അക്ഷയ് തന്നെയാണ് നമുക്കൊരു ഓപ്ഷൻ ഉള്ളൂ. അതിൽ യാതൊരു തർക്കവും ഇല്ല. കാരണം ഇപ്പൊ അതുകൊണ്ടാണ് NPS എടുത്തിട്ടുള്ള ആളുകളുടെ പെൻഷന് വേണ്ടിയിട്ട് പോലും അത് ജീവൻ അക്ഷയിലേക്കാണ് എമൗണ്ട് മാറ്റിയിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ റേറ്റ്സ് ഗ്യാരണ്ടീഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ NPS പോലും സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ NRIs, FNIO, അതുപോലെ തന്നെ OCI കാറ്റഗറിയിൽ പെട്ടുന്ന ആളുകൾക്ക് ഇതെടുക്കാനായിട്ടുള്ള സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് പെൻഷൻ ഈ പ്ലാനുകളിൽ ചേരാനായിട്ടുള്ള അവസരമുണ്ട്. അവർക്ക് പെൻഷൻ അവരുടെ NRI അക്കൗണ്ടിൽ തിരിച്ച് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അവസരവും ഈ ഒരു പ്ലാനിനകത്ത് LIC ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു ചെറിയ ബ്രീഫ് ഈ പ്ലാനിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ താഴെ ലിങ്ക് വെച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് അറിയണമെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. ഇനി ഈ ഒരു സ്ലൈഡിനകത്ത് കാണിക്കുന്നത് നമുക്ക് കിട്ടുന്ന പെൻഷൻ റേറ്റ്സ് ആണ്. എത്രത്തോളം എമൗണ്ട് നമുക്ക് പെൻഷൻ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിനകത്ത് കാണിച്ചിരിക്കുക. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഏജ് കാണിച്ചിട്ടുണ്ട്. 25 വയസ്സ് മുതൽ 98 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പ് അവിടെ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 10 lakh, 25 lakh, 50 lakh, 100 lakh ഇതിന് കിട്ടുന്ന പെൻഷൻ റേറ്റ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് 10 ലാഖിന് കിട്ടുന്ന 25 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് കിട്ടുന്ന പെൻഷൻ റേറ്റ്സ് ഇയർലി ആണെങ്കിൽ 64,391 രൂപയാണ് നമുക്ക് ഇവിടെ പെൻഷനായിട്ട് കിട്ടുന്നത്. മന്ത്ലി ആണെങ്കിൽ നമുക്ക് 5,199 നമുക്കിവിടെ പെൻഷൻ. അപ്പൊ ഏകദേശം 5,200 രൂപയുടെ അടുത്ത് നമുക്ക് സ്ഥിരമായിട്ട് പെൻഷൻ കിട്ടണമെങ്കിൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്താൽ സ്ഥിരമായിട്ടുള്ള ഈ ഒരു പെൻഷൻ നമുക്ക് ലൈഫ് ടൈം കിട്ടുന്നതാണ്. ഇനി 25 വയസ്സുള്ള വ്യക്തി തന്നെ 25 lakh ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് പെൻഷനായിട്ട് ഇയർലി കിട്ടുന്നത് 1,62,228 രൂപയാണ്. മന്ത്ലി ആയിട്ട് എടുക്കുകയാണെങ്കിൽ 13,102 ഇവിടെ പെൻഷൻ കിട്ടുന്നത്. ഇനി ആ വ്യക്തി ഒരു 50 lakh ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 25 ഏജിൽ ഒരു 50 lakh ഈ പോളിസിയുടെ അകത്ത് ഓപ്ഷൻ എഫിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ഒരു 26,203, അപ്പോൾ ഏകദേശം ഒരു 25,000 മുകളിലുള്ള ഒരു പെൻഷൻ സ്ഥിരമായിട്ട് ആ വ്യക്തിക്ക് കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. ഇയർലി ആയിട്ടാണ് നമ്മൾ അത് വാങ്ങണമെങ്കിൽ 3,24,455 രൂപ ഇയർലി ആയിട്ട് ഈ വ്യക്തിക്ക് കിട്ടും. അത് ലൈഫ് ടൈം ആണ് കേട്ടോ. ഇത് ഒരു മാറ്റം വരില്ല. ഇനി പെൻഷൻ റേറ്റ്സ് കുറഞ്ഞാലും ഈ എടുക്കുന്ന ഈ ഒരു റേറ്റ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഇനി 1 crore ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 വയസ്സുള്ള ഒരു വ്യക്തിക്ക് 50,000 മുകളിൽ എല്ലാ മാസവും പെൻഷൻ കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. മന്ത്ലി ആയിട്ട് എടുക്കുമ്പോൾ 52,615 രൂപയാണ് പെൻഷനായിട്ട് ഇവിടെ കിട്ടുന്നത്. ഇയർലി എടുക്കുമ്പോൾ 6,51,410 രൂപയാണ് ഈ വ്യക്തിക്ക് പെൻഷനായിട്ട് കിട്ടുക. അപ്പൊ നമുക്കൊരു 50,000 രൂപ പെൻഷൻ മാസം വേണം 25-ാമത്തെ വയസ്സിലെന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 crore ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ലൈഫ് ടൈം നമുക്ക് ഈ മന്ത്ലി 50,000 വെച്ച് കിട്ടും. ഇനി ഒരു 25,000 മതി എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു 25,000 മുകളിൽ നമുക്ക് പെൻഷൻ കിട്ടും. ഇനി ഒരു 10,000 മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 25 lakh ഇൻവെസ്റ്റ് ചെയ്താൽ മതി. 5,000 രൂപ മന്ത്ലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 lakh ഇൻവെസ്റ്റ് ചെയ്താൽ അതും നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. അതിനനുസരിച്ച് 30 വയസ്സിന്റെ, 35 വയസ്സിന്റെ, 40 വയസ്സിന്റെ അങ്ങനെ ഓരോ ഇയർ കൂടി 98 വരെ ഇതിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഓപ്ഷൻ എഫിൽ നമുക്ക് 100 വയസ്സ് വരെ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുക. ഒരു ഉദാഹരണം കൂടി വേണമെങ്കിൽ ഞാൻ എടുക്കാം. ഒരു 60 വയസ്സുള്ള വ്യക്തി 10 lakh ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്നത് 67,796 രൂപയാണ് ഇയർലി ആയിട്ട് പെൻഷൻ കിട്ടുന്നത്. 5,408 മന്ത്ലി പെൻഷൻ വരുന്നത്. ഇനി 25 lakh 60 വയസ്സുള്ള വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 1,70,740 രൂപയാണ് ഇയർലി ആയിട്ട് കിട്ടുന്നത്. 13,623 രൂപയാണ് മന്ത്ലി ആയിട്ട് ആ വ്യക്തിക്ക് കിട്ടുന്നത്.
50 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 60 വയസ്സുള്ള വ്യക്തിക്ക് കിട്ടുന്നത് 3,41,481 രൂപയും മന്ത്ലി ആണെങ്കിൽ 27,247 കിട്ടുക. ഇനി അത് 1 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 60 വയസ്സുള്ള ഒരു വ്യക്തി 1 കോടി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ 54,702 രൂപ എല്ലാ മാസവും ലൈഫ് ടൈം ആ വ്യക്തിക്ക് കിട്ടും. 6,85,461 ഇയർലി ആയിട്ട് കിട്ടുക. അപ്പൊ അങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പിനുള്ളതും ഏജ് കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ പെൻഷനും കൂടി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു 80 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മന്ത്ലി കിട്ടുന്ന പെൻഷൻ റേറ്റ്സിൽ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ഇയർലി കിട്ടുന്നത് അപ്പോഴും കൂടി പോകുന്നുണ്ട്. മാക്സിമം ഇതിൽ 98 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 98 1 crore ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 8,09,648 ഇവിടെ ഇയർലി ആയിട്ട് കിട്ടുക. മന്ത്ലി എടുക്കുമ്പോൾ 47,858 രൂപയാണ് ഇവിടെ കിട്ടുക. അപ്പൊ ഈ രീതിയിലുള്ള ഒരു റേറ്റ്സ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം. അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ഞാൻ അവിടെ തരുന്നതാണ്. അതുപോലെ ഇങ്ങനെ ഒരു ജീവനാക്ഷി പ്ലാൻ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ തരുന്നതാണ്. അതുപോലെ ഇതൊരു ഉപകാരപ്രദമാകുന്ന വീഡിയോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ പെൻഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാ വ്യക്തികൾക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.